സുചേട്ടൻ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിച്ചിരുന്നത്? ദേഷ്യം ദേഷ്യം വരും, എപ്പോഴും ഒന്നും വരാത്ത ഒരു സ്വഭാവമാണ്. വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും പാറ്റേൺ പറഞ്ഞനുസരിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും, വേറെ ഒന്നുമല്ല. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് വഴക്ക് പിടിക്കാറുള്ളത് ഞങ്ങൾ സാധാരണ. അതല്ലാതെ വേറെ ദേഷ്യമൊന്നും വിട്ടു. ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്കത്തില്ല, അപ്പം അതിൻ്റെ ദേഷ്യമൊക്കെ പുള്ളി കാണിക്കുമായിരുന്നു. ആഹാരം കഴിക്കാൻ നിനക്ക് വല്ല അസുഖം വരുമോ, അങ്ങനെ ഇങ്ങനെ വാക്കോട്ടെ, അങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു നന്നായിട്ട്. രേണുവിന് ശരിക്കും വളരെ പ്രായം കുറവായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. ഞാനും സുധിച്ചേട്ടൻ പ്രായം കുറവൊന്നുമില്ല. സുധിച്ചേട്ടൻ ഞാനൊരു 15 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ട്. 15 വയസ്സ്. അപ്പൊ സാധാരണ 15 വയസ്സ് ഡിഫറൻസ് ഉള്ള ആളുകൾക്ക് തമ്മിലൊരു ഇഷ്ടങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആഗ്രഹങ്ങൾ തമ്മിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു 10 വർഷമൊക്കെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ ഒരു ട്രെൻഡ് എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം. ഞാൻ ജനിച്ച വർഷമാണ് സുധിച്ചേട്ടൻ SSLC എഴുതുന്നത്. ആ ചേട്ടൻ പറയുമ്പോഴും പറയുമായിരുന്നു, SSLC എഴുതി നിൽക്കുന്ന സമയത്താണ് ഞാൻ ജനിച്ചത്. നിങ്ങളുടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, കാരണം സുധിച്ചേട്ടൻ കുഞ്ഞു പിള്ളേരെ പോലാണ്. സുധിച്ചേട്ടൻ എന്നെക്കാളും ചെറിയ പോലെയാണ് ബിഹേവ് ചെയ്തത്. കൊച്ചുങ്ങളുമായിട്ടാണ് കളിയും ചിരിയും. വീട്ടിലുള്ള സമയത്ത് എപ്പോഴും അടുക്കളയിൽ ഓരോ പുതിയ പാചക പരീക്ഷണങ്ങളെ, അതുപോലെ പിള്ളേരുമായിട്ട് കളി ചിരി അങ്ങനെയൊക്കെയാണ്. ഷൂട്ടില്ലാത്തപ്പോഴത്തേന് വീട്ടിൽ തന്നെയാണ്, വേറെ എങ്ങും പോകത്തില്ല. കടയിൽ പോകും, സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ഈ സ്റ്റാർ മാജിക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങളായിരുന്നു. അതെ, ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റാർ മാജിക്, അതായത് ടമാർ പടാർ വരുന്നത്. ഞാൻ സുചേട്ടന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ്, ആ വർഷമാണ് ടമാർ പടാർ ആദ്യത്തെ. സുചേട്ടനാണ് ആദ്യമായിട്ട് ആ വേദിയിൽ കാല് കുത്തുന്നത്. ഏതാണ് ഒരു ജാക്ക് സ്പാരോ ആയിട്ട്. അത് ആദ്യത്തെ 1ാമത്തെ എപ്പിസോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. സുചേട്ടനാണ് ആദ്യം വേദിയിൽ കാല് കുത്തുന്നത് ഒരു ക്യാരക്ടർ വേഷമായിട്ട്. ടമാർ പടാർ കഴിഞ്ഞ് സ്റ്റാർ മാജിക് കഴിഞ്ഞ് പകുതിയായപ്പോഴല്ലേ ചേട്ടൻ ഈ സ്റ്റാർ മാജിക്കിലേക്ക് വന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടല്ലോ. ലക്ഷ്മി നക്ഷത്ര, ബിനു അടിമാലി, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റാർ മാജിക് ഫാമിലിയുടെ ഇപ്പോഴും അവർ വേറെ ചാനലുമായിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എപ്പിസോഡ്സ് ഒക്കെ ഇപ്പൊ കാണുക പണ്ടത്തെ പോലെ എളുപ്പമാണോ യൂട്യൂബില്? ഞാൻ കാണുമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ അധികം അത് കാണാറില്ല. പക്ഷെ കാരണം നമ്മുടെ എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ, വിഷമമാണ്. സങ്കടം ഉള്ളതുകൊണ്ടാണ് കാണാത്തത്. ഞാനങ്ങനെ കാണാറില്ല, അത് വിഷമമാണ്. ഞാൻ ഇപ്പോൾ പോലും യൂട്യൂബിനകത്ത് സുധിച്ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടത്തേ ഉള്ളൂ. കാരണം അത് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ ഓർക്കുമായിരുന്നു, സുധിച്ചേട്ടനോട് തന്നെ ഞാൻ സംസാരിക്കാറ്, ചേട്ടാ ഈ മരിച്ചു പോയ സിനിമാക്കാരുടെയൊക്കെ ആൾക്കാർക്ക് എന്ത് ഭാഗ്യം, അവർക്ക് ഇരുന്ന് TV-യിൽ കാണാമല്ലോ, അവരെ കാണാം, ഭർത്താവിനെ കാണാം. ഇപ്പം മണിച്ചേട്ടനെ സംബന്ധിച്ച് മണിച്ചേട്ടൻ പോയപ്പം വൈഫിനെ കാണാമല്ലോ എന്നൊക്കെ ഞാൻ അന്ന് പറയുമായിരുന്നു. പക്ഷേ നമ്മുടെ ലൈഫിൽ ആ അനുഭവം വന്നപ്പോൾ മനസ്സിലായി, പറ്റത്തില്ല, താങ്ങാൻ പറ്റത്തില്ല. കാരണം ജീവനോടുള്ളപ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് സുധിച്ചേട്ടൻ ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം പുള്ളി വരുമെന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നമുക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. സ്വപ്നത്തിൽ വരും, അല്ലെങ്കിൽ ഉള്ളിൽ വരുമെന്നല്ലാതെ ഉള്ളിൽ നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, അതുപോലെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഇവിടെ അടുത്ത് നിൽക്കുന്നു, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, മറ്റുള്ളവർക്കായിരിക്കും മരിച്ചത്, എനിക്ക് മരിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്റെ ഉള്ളിന്റെ ഉള്ളിലാ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പം അതല്ലാതെ യാഥാർത്ഥ്യം എന്താണ്, യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇതാണ്ട് TV-യിൽ കണ്ടു, പക്ഷെ ഇനി വരത്തില്ല. അപ്പം നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കാണാറില്ല സൂചന. ഇവിടെ വീട്ടിൽ അഥവാ വെച്ചാൽ ഞാൻ വഴക്ക് പിടിച്ച് നിർത്തിക്കും. പപ്പ അമ്മ വല്ല സൂചന്റെ ചാനൽ വെച്ചാൽ അന്നേരം നിർത്തിക്കും. എനിക്ക് പറ്റത്തില്ല കാണാൻ, ഒന്നും ഞാൻ കാണാറില്ല. ഈ ഫോട്ടോയിൽ തന്നെ മാല ഇടാൻ കാരണം എന്താണെന്നറിയാമോ? അപ്പൊ ആദ്യം പറഞ്ഞ മാല ഇടണ്ടെന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ്റെ ഭയങ്കര അളിയാന്നായിരുന്നു അവർ വിളിക്കുന്നത്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ് കൊണ്ടുപോകുന്നത്. ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചല്ലേ കഴിഞ്ഞു. അപ്പം അതുപോലെ ഒത്തൊരുമിച്ച് കഴിഞ്ഞ സമയം സുധിച്ചേട്ടൻ ആകെയുള്ളൊരു ചേട്ടാപ്പി എന്നാണ് വിളിക്കുന്നത്. ചേട്ടാപ്പിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരെ സുധിച്ചേട്ടനാണ്. രണ്ടുപേരും അളിയാന്ന് വിളിച്ചോണ്ടിരുന്നത്, മക്കളും അളിയാന്നാണ് വിളിക്കുന്നത് ചേട്ടാപ്പിനെ. അപ്പൊ അങ്ങനെ ആയപ്പോൾ ചേട്ടാപ്പി എന്നോട് രേണു മാല ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് ചേട്ടാപ്പി മാല ഇടണം. കാരണം മാല ഇട്ടില്ലെങ്കിൽ എൻ്റെ വിചാരം ഇപ്പൊ ഈ TV-യുടെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും വരും എന്നുള്ള ആ ഒരു അത് പറ്റത്തില്ല അംഗീകരിക്കാൻ. അതുകൊണ്ട് മാല ഇട്ടതാ. അതുകൊണ്ടാണ് ഞാനും കിച്ചുവിനോട് പറഞ്ഞത്, കിച്ചു ഞാനും കൂടെയാണ്, ഞങ്ങളെല്ലാവരും പോയാണ് മാല മേടിച്ചതും ചേട്ടനിട്ടതും. അങ്ങനെ കാരണം എന്തിനാ വെറുതെ നമ്മൾ വിഷമിക്കും. എന്നാലും ഉള്ളിൽ ജീവനോടുണ്ട്, ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അത് യാഥാർത്ഥ്യം തിരിച്ചറിയണമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റേത്. ഏകദേശം ആർക്കും പിടികിട്ടത്തില്ല.
ഈ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് ഈ ഭർത്താവില്ലാതെ പോകുന്ന ഒരാൾ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാബു ആയിട്ടുള്ള കാര്യമായിട്ടാണ് ആളുകൾ ഈ മനസ്സിലാക്കുന്നത്. ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയും പോകുമ്പോൾ. മറ്റുള്ളവർ ഓടിക്കത്തില്ലേ കുളിക്കാതെ നനയ്ക്കാൻ നടന്ന, പറപ്പിക്കത്തില്ല നമ്മളെ. അതെ അതെ അതെ. അല്ലെ പിന്നെ വല്ല മാനസിക അസുഖമാകണം. എനിക്ക് എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വല്ല മാനസികമായിട്ട് ഞാനിങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ ഒരുങ്ങാതെ ഒക്കെ നടക്കണം, അതെനിക്ക് പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ചെയ്യാനാണോ, അതോ സുധിച്ചേട്ടന് ഇഷ്ടം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്, അത് ഞാൻ അങ്ങനെ ചെയ്യാം? ആദ്യ സമയത്തൊക്കെ ഞാൻ അങ്ങനെ സൂചിച്ചേട്ടൻ്റെ ഇഷ്ടം, സൂചിച്ചേട്ടൻ എപ്പോഴും ഞാനൊരു പൊട്ട് തൊടാതെ പോയാൽ, സപ്പോസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പൊട്ട് തൊടാതെ ഞാൻ ചിലപ്പോൾ ആ പൊട്ടൊന്നും തൊടാതൊക്കെ പുള്ളിയുടെ കൂടെ പോകുമ്പോഴത്തേനും ആ കുട്ടേട്ടടി പൊട്ട് തൊടാതെ പോയി പൊട്ട് തൊടടി, അങ്ങനെ ഒരു സംസാരമുണ്ട് പുള്ളി. അത് കിച്ചുവിന് പറയാം, ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. ചേട്ടനെ ഉറക്കെ പറഞ്ഞത്, അവളോട് പറ പൊട്ടിടുക, അവൾ എന്തുവാ പൊട്ടൊന്നും തൊടാതെ അതൊക്കെയായിട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒക്കെ സമയത്ത്. പക്ഷെ ഇപ്പൊ ഇല്ലേ, ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് കിട്ടിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി തന്നെ നടക്കുന്നത്. പിന്നെ അത് നമുക്ക് ഒരുങ്ങാതിരിക്കാൻ പറ്റില്ല, നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റും കൂടെ അല്ലേ, നമുക്ക് ഒരുങ്ങേണ്ട സ്ഥാനത്ത് ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ കുളിക്കാതെ നനയ്ക്കാതൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? അത് ഇപ്പൊ വെള്ള സാരി ഇടുന്നത് അതൊക്കെ പഴയ കാലമല്ലേ. അല്ലെ പിന്നെ സതി അനുഷ്ഠിക്കണമെന്നും ഇവർ പറയാൻ തന്നെ പറയുന്നവരും ഉണ്ട് കേട്ടോ, സതി അനുഷ്ഠിക്കണമെന്ന്. ഇനി അതിൻ്റെ കൂടെ ഒരു കുറവ് കൂടെ ഉള്ളൂ. അതാണിപ്പോൾ എന്നാ ചെയ്യാൻ. നമ്മുടെ എന്താ പറയാ, നമ്മളുടെ ലൈഫിൽ ആരുടെ ലൈഫിൽ സംഭവിക്കാന്നായത് ഇല്ലേ, പക്ഷെ ആർക്കും ഇത് സംഭവിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ അനുഭവിച്ചത് സത്യമാണ്, അനുഭവിച്ച സത്യം കൊണ്ട് പറയാണ്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറെ പോകരുത്. അത് വളരെ എന്താ പറയുക, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവസ്ഥ അതിലൂടെ കടന്നു പോയവർക്ക് മാത്രം ഞാൻ പറയുന്നത് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല. ഈ ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ, നീ ഒരു വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ ഉപദേശിക്കുന്നവരുടെ അടുത്ത് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹവുമായിട്ട് എൻ്റെ ജീവിതം അവസാനം വരെ വലിയ പ്രണയത്തിലാണ് എന്ന് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം പറ്റുന്നുണ്ടോ? ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ രണ്ട് ചിന്താഗതിക്കാരാണ്. നീ വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്. ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി. പക്ഷെ കൂടുതലും പേര് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജാണ് പേഴ്സണൽ PM വന്നിട്ട്, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയില്ല. ഞാനൊന്നും വേണ്ടിയില്ല, ഇങ്ങോട്ട് പറയാം, ഒരു ചേച്ചിയാണ്, മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാണ്, മോള് ചെറുപ്പമാണ്, നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും വേണ്ടില്ല, ഞാൻ ചിരിക്കുന്ന സ്മൈല് അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും പ്രതികരണം. കാരണം ഞാനത് എല്ലായിടത്തും പറയുന്നില്ല, നാളത്തെ കാര്യം ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് വേറൊരു ജീവിതം വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമില്ല, ആഗ്രഹവും ഇല്ല ഇന്ന് വരെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിക്കുക അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സുധിച്ചേട്ടൻ എത്രമാത്രം സന്തോഷവാനായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 14 വർഷം കൂടി ഉണ്ടാകുന്ന കുഞ്ഞല്ലേ. അപ്പം അതിൽ സുധിച്ചേട്ടനെക്കാളും എനിക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് കിച്ചുവിലാണ്. അവന്റെ അനിയൻ തന്നെയായിരുന്നു അവൻ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അവൻ അനിയൻ എന്നാ പറയുന്നത്. എനിക്ക് അനിയനെ മതി എന്നായിരുന്നു മുമ്പ്. അവൻ അന്ന് കുഞ്ഞാണ്, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏജാണ്. അനിയനെ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ അങ്ങനെയാണ് അന്നും പറയുന്നത്.